ഹലോ, നമസ്കാരം ഗായ്സ്. ഇന്ന് നമുക്ക് കുറച്ച് ചീര നടാം. കാരണം ചീര നട്ടത് പറിക്കാറായി. അപ്പോൾ ഇനി നട്ടാലേ നമുക്ക് അടുത്ത വിളവും എടുക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ അത് പറിച്ച് കഴിയുമ്പോഴത്തേന് ഇതും പറിക്കാനാവും. അങ്ങനെ ഞാൻ കുറച്ച് മണലെടുത്തിട്ട് ചീരവിത്ത് അതിലേക്ക് ഇട്ടു. ഇതുപോലെ ചീരവിത്തിട്ടു. മണലിടുന്നത് നമ്മൾ പാകുമ്പോൾ ചീര വിത്ത് ഒന്നായിട്ട് വെക്കാതിരിക്കാൻ, പരന്ന് വെക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ കൂട്ടത്തോടെ മുളക്കും, അപ്പോൾ എന്തുമില്ലാതെ ആവും. അതിനാണ് മണൽ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് റവയും ഇട്ടു. ഈ റവ ഇടണത് നമ്മൾ ചീര വിത്ത് പാകി കഴിഞ്ഞാൽ എറുമ്പുക്കൾ തിന്നും. അപ്പോൾ ആ ശല്യം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഈ റവ ഇടുന്നത്. കാരണം എറുമ്പുക്കൾ വന്നാൽ ആ റവ തിന്ന് കഴിയുമ്പോഴത്തേന് ഏകദേശം നമ്മളെ ചീര വിത്ത് മുളച്ച് കിട്ടും. അപ്പോൾ പിന്നെ അപ്പോഴത്തേന് മുളച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എറുമ്പ് തിന്നില്ല. പിന്നെ ചിലവർ ചീര പാകിയിട്ട് ഒറ്റൊന്നും മുളച്ചില്ല എന്ന് പറയും. അതെന്താ കാരണം? ഒക്കെ എറുമ്പ് തിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, ഒറ്റൊന്നും ഇല്ലാതെ ഒക്കെ മുളക്കും. എന്നിട്ട് നമ്മൾ 2 ദിവസം മുന്നേ ഞാൻ നല്ല തടം പോലെ ഉണ്ടാക്കിയിരുന്നു. അത് കല്ലൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഇതാക്കി കൊടുക്കുക. കല്ലും കനല്ല സാധനമൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വടി കൊണ്ട് ഇതുപോലെ ഒന്ന് ഫ്രഷ് ആക്കുക, ഇതുപോലെ ഒന്ന് ലെവലാക്കുക. കണ്ടോ? അപ്പോൾ ഇതുപോലെ ഒന്ന് ലെവലാക്കിയിട്ട് പിന്നെ ഞാൻ ചീരവിത്തിൽ മഞ്ഞപ്പൊടി ഇട്ടണം. ആ മഞ്ഞപ്പൊടി ഇട്ടാലും എറുമ്പ് ശല്യം വിത്തൊന്നും എറുമ്പുക്കൾ കൊണ്ടുപോകില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് ഇതുപോലെ നായിക്കോളും. ഇത് ഞാൻ ഈ വരമ്പുണ്ടാക്കിയത് നല്ല അടിയിൽ പുല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ട് കാണ്ട് ഇതാക്കിയതാണ്. മുന്നേ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്ത ബെഡാണിത്. ഇതുപോലെ നല്ല കട്ടിങ് കല്ലൊന്നും ഇല്ലാതെ നല്ല വടിച്ച് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെയ്യുക. ഒരു വടിയെടുത്താൽ നല്ല ഉഷാറായിട്ട് കിട്ടും. കണ്ടോ? ഇതുപോലെ ചെയ്യുക. കണ്ടോ? ഇതൊക്കെ ഞാൻ കൊത്തിയിട്ട മണ്ണാണ്, അതുകൊണ്ട് നല്ല ഓതല്ല മണ്ണാണ്. കണ്ടോ? ഇതിനടിയിൽ ഫുള്ള് പുല്ലാണ്. അതിൻ്റെ അടിയിൽ മണ്ണിട്ടതാണ്. യാതൊരു വളവും കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വിതറി കൊടുക്കുക. കണ്ടോ? ഇതുപോലെ വിതറി കൊടുക്കുക. മണലിട്ടുകൊണ്ടാണ് എനിക്കിങ്ങനെ വിതറാൻ. ചീരവിത്ത് മാത്രമാണ് നമുക്ക് വിതറാൻ പറ്റും. ഇത് എങ്ങനെ വിതറിയാലും കുറച്ച് അവിടെയും ഇവിടെ ചാടുകയുള്ളൂ. അപ്പോൾ ഉഷാറായിട്ട് മുളച്ച് പൊന്തും. കാരണം ഇതുപോലെ വിതറി കൊടുക്കുക. കണ്ടോ? ഞാൻ ഈ മണലിടണേ. കണ്ടോ? ഒന്നായിട്ട് കൂട്ടത്തോടെ ചാടുകയില്ല. കണ്ടോ? ഞാൻ വിതച്ച ചീരയാണിത്. കണ്ടോ? ഇതാണ് ഇപ്പം വിളവെടുക്കാറായത്. ഇതാണ് അതുപോലെ പാകിയ ചീരയാണ്. നല്ല നാടൻ ചീര വിത്താണ്. ഓക്കെ.